നല്ല പച്ചമാങ്ങ കാണുമ്പോ ഉപ്പും മുളകെല്ലാം കൂട്ടിയിട്ട് കടിച്ചു പറിച്ച് തിന്നാൻ വേണ്ടിട്ടല്ലേ തോന്നുന്നേ. പക്ഷെ ഈ പച്ചമാങ്ങ അങ്ങനെ തിന്നാൻ വേണ്ടിട്ടല്ല കേട്ടാ. ഇതാ നല്ല പച്ചമാങ്ങയുണ്ട്, ഉണക്ക ചെമ്മീനുണ്ട്. ഇതിപ്പോ വെച്ച് എന്താ ചെയ്യുക? നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇത് വെച്ച് ചമ്മന്തി അരക്കാൻ വേണ്ടി പോവേന്ന്. എന്നാ അങ്ങനെയല്ല കേട്ടാ. ആദ്യം തന്നെ ഞാൻ ഈ പച്ചമാങ്ങയെല്ലാം മുറിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ. ഉണക്ക ചെമ്മീനെല്ലാം ഞാൻ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ല പുളിയുള്ള പച്ചമാങ്ങയാന്ന് കേട്ടാ. കൊതി സഹിക്കാൻ പറ്റാതെ ഒരു കഷ്ണം എടുത്ത് ഞാൻ കഴിച്ചു നോക്കി, പക്ഷെ നല്ല പുളിയാണ്. എന്തായാലും ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ, എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നെല്ലാം ഞാൻ പറയാം. ഞങ്ങളെ വീട്ടിൽ പിന്നെ ഉണക്കച്ചെമ്മീത്തിന് അധികം ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ കറിക്കൊന്നും ഇല്ലാതിരിക്കുമ്പോ അമ്മയും ചിറ്റമാരെല്ലാം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞ തലമുറകളായിട്ട് കൈമാറി തന്ന ഒരു കറി എന്ന് അറിയില്ലേ, അങ്ങനെ ഒരു കറി. അതുകൊണ്ട് തന്നെ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ. ഈ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനില്ലേ ഒരു പറ ചോറ് കുത്തിയിരുന്ന് തിന്നും. അത്രക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ കറി. കറീനെ കുറിച്ചുള്ള മഹിമ പറഞ്ഞ് ഞാൻ ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മറന്നുപോയല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ചട്ടിയിലേക്ക് ലേശം ഉണക്കച്ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കുക. ഇനി കുറച്ച് നല്ലോണം വെന്ത് വന്നു കഴിയുമ്പോൾ ഇതാ പച്ചമാങ്ങ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം കേട്ടാ. പച്ചമാങ്ങ തിന്നാനുള്ള കൊതി സഹിക്കാണ്ട് ഞാൻ വീണ്ടും പുളിയാണെങ്കിലും ഒരു കഷ്ണം എടുത്ത് തിന്നു കേട്ടാ. മൂടി വെച്ച് ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴേക്ക് ഇതാ പച്ചമാങ്ങ പ്ലേറ്റ് കാലിയായിരിക്കുന്നു. നമ്മളെ ഇന്ദ്രൂട്ടം വന്നിട്ട് എല്ലാം തിന്നിട്ട് പോയി. പിന്നെ ഈ തക്കാളി ഇല്ലേ, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടാ. കാരണം പച്ചമാങ്ങ ഇട്ടതാണ്, പിന്നെ തക്കാളിന്റെ ആവശ്യം പ്രത്യേകിച്ചില്ല. പച്ചമാങ്ങ ഇന്ദ്രൂട്ടം തിന്ന ദേഷ്യത്തിൽ ഞാൻ എന്താക്കി കുറച്ച് വിളുമ്പി ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടാ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വിളുമ്പി എന്നാണേ പറയല്. നിങ്ങൾ എന്താ പറയലെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. നല്ല ഉപ്പും മുളകും കൂട്ടിയിട്ട് ഞാൻ തിന്നു കേട്ടാ. എന്താണെന്നറിയില്ല, നല്ല കൊതി തോന്നുന്നു ഇങ്ങനെ പുളിയെല്ലാം തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടാ. കണ്ടപ്പോ ഒരു ഇഷ്ടത്തിന് അങ്ങനെ എടുത്ത് തിന്നേ ഉള്ളൂ. അച്ഛനും മോനും ഇത് ഇവിടെ ഇരുന്ന് മത്സരിച്ച് തിന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും കറി വെക്കുന്ന പരിപാടിയിലേക്ക് പോവാം. പച്ചമാങ്ങയും ചെമ്മീനെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി എന്നല്ലേ. സത്യം പറഞ്ഞ് ഇങ്ങനെ കാണുമ്പോ തന്നെ എനിക്കില്ലേ കറി എടുത്ത് കൂട്ടിയിട്ട് ചോറ് തിന്നാൻ തോന്നുന്നുണ്ട്. പഴയ ഒരു കാലത്തിലേക്ക് പോയ പോലെ. അപ്പൊ ചോദിക്കും ഇപ്പൊ ഇതൊന്നും വെക്കാറില്ലേന്ന്. വെക്കാറുണ്ട്, എന്നാലും ഈ കറി കാണുമ്പോ പഴയ ഒരു കാലാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ തേങ്ങ അരച്ച് വെച്ചതിൽ ഞാൻ തേങ്ങയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതാ കറിയിലേക്ക് ആ തേങ്ങ അരപ്പെല്ലാം കഴുകി നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി നല്ലോണം ആ അരപ്പെല്ലാം ഒന്ന് തിളപ്പിക്കണം. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കലാണ് ഏറ്റവും വലിയ പണി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോഴിതാ നമ്മൾ അരപ്പെല്ലാം നല്ലോണം തിളച്ചിട്ട് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചിടണം കേട്ടാ. ഇപ്പൊ തന്നെ കറി നല്ല ടേസ്റ്റ് ആണ്, എന്നാലും കറി ഒന്നുകൂടി ടേസ്റ്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ലേശം ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം കൂടി നല്ലോണം ഒന്ന് താളിച്ച് കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. അതും കൂടി ഈ കറിയിലേക്ക് അങ്ങോട്ട് വീഴുമ്പോഴില്ലേ നല്ലൊരു മണം വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കറിയും കൂട്ടി ഒന്ന് ചോറ് തിന്നാൻ വേണ്ടിയിട്ടാ തോന്നുന്നത്. കറി ആയ സ്ഥിതിക്ക് നമ്മൾ ഇനി ആരെയാ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ചോറ് കഴിച്ചാലോ. എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ലേശം ചോറ് കഴിക്കാൻ പോകുന്നു. പക്ഷെ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങ് വേഗം കഴിക്കാൻ കഴിയില്ല. ഇവിടെ ഒരാളില്ലേ, വേറെ ആരുമല്ല, നമ്മളെ ഇന്ദ്രൂട്ടന് ഞാൻ ലേശം ചെമ്മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇന്ദ്രൂട്ടന് ചോറ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ എന്തായാലും ലേശം ചോറ് തിന്നിട്ടേ അവന് കൊടുക്കുള്ളൂ. കാരണം എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട കറിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഉണക്ക ചെമ്മീനും മാങ്ങയെല്ലാം കിട്ടുമ്പോ ഈ കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റ് ആണ്.